നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു കമാ ബദഅ ഗരീബ, ഇസ്ലാം ഇനി അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഫതൂബ ലിൽ ഗുറബാ, ആ കാലഘട്ടത്തിൽ അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് എൻ്റെ ആശംസകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രോത്സാഹനം നൽകാൻ അല്ലേ, അതിൻ്റെ അംശങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ദീനുമായി ചില ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉദാഹരണത്തിന് സ്വവർഗരതി അത് സംസ്കാരമാണ്, നന്മയാണ് എന്ന ചിന്താഗതി ആധുനിക സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചില ലിബറൽ മുസ്ലിമീങ്ങൾ അതൊന്നും അത്ര കുഴപ്പമില്ല, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഏതാ വ്യക്തി സ്വാതന്ത്ര്യം? ഇസ്ലാമിക നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട തിന്മയാണിത്. അതാ വ്യക്തി സ്വാതന്ത്ര്യം? ഈ തോന്നിവാസം ചെയ്യാനുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യം? വൃത്തികേട് ചെയ്യാൻ? ഒരു ശുദ്ധമായ ഹൃദയമുള്ളവന് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം, ഇതാണോ വ്യക്തി സ്വാതന്ത്ര്യം? എന്നാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണ് വെച്ച് കെട്ടുന്നത്. എന്നിട്ട് ഇവരാണ് ഇസ്ലാമിക മുഫ്തിമാരായി നിലകൊള്ളുന്നത്. വ്യഭിചാരം അല്ലേ, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സിസ്റ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ എന്താ പറഞ്ഞത്? അവരെന്തായിരിക്കണം? മുഹ്സിനീൻ, അവർ ഗൈറ മുത്തഖിദാത്തിൻ ലിൽ അഖ്ദാൻ, അവർ പുരുഷ സുഹൃത്തുക്കളെ സ്വീകരിക്കാത്തവരായിരിക്കണം. ആരെ പറ്റി പറഞ്ഞു? വിവാഹം അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടി എന്തായിരിക്കണം? പുരുഷ സുഹൃത്തുക്കളെ സ്വീകരിക്കാത്തവരായിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകളുടെ കണ്ണിലൊരു കുറവാണ്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ടൊന്നുമില്ല, വാട്സപ്പിൽ അങ്ങനെ പരിചയങ്ങളൊന്നുമില്ല എങ്കിലത് ആ കുട്ടി തീരെ ആൾക്കാരായിട്ടൊന്നും സംസാരിക്കില്ല എന്നാണ് ആളുകൾ പറയുക. ദീൻ എവിടെ എത്തി എന്നതിൻ്റെ സൂചനകളാണിത് ആളുകളുടെ മനസ്സിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അറിവില്ലായ്മ കൊണ്ടാണ്, ദീനിനെ കുറിച്ചുള്ള പഠനമില്ലാത്തത് കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിൻ്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോവുക എപ്പോഴാണ്? ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ, ഇസ്ലാമിന് വിരുദ്ധമായ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നാൽ അതോടുകൂടി ഇസ്ലാമിൻ്റെ കണ്ണികൾ ഓരോന്നായി ഇല്ലാതെയായി പോകും. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും കൂടിയല്ല, നോക്കണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് കൂടിയല്ല, ഇസ്ലാമിന് വിരുദ്ധമായ ജാഹിലിയ കാലഘട്ടം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാതെ വന്നാൽ ഇസ്ലാമിൻ്റെ കണ്ണികൾ ഓരോന്നായി ഇല്ലാതെയായി പോകും. ഇസ്ലാമിന് വിരുദ്ധമായ കാര്യം, ഇന്നത്തെ കാലത്ത് ഷിർക്ക് എന്ന് പറയുന്നതിന് ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇന്നത് ഷിർക്കാണ്, ഇന്നത് തിന്മയാണ്, ഇന്നത് ഹറാമാണെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാം ഹറാം തന്നെ, എല്ലാം മൂടിക്കെട്ടുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. അള്ളാഹു കാരുണ്യവാനല്ലേ, റഹ്മാനല്ലേ, ഗഫൂറല്ലേ, റഹീമല്ലേ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാൽ ജനങ്ങൾ അവരുടെ വിവരക്കേട് കാരണത്താൽ ഈ അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനെക്കുറിച്ച് നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമാണ് എന്ന പേരിൽ തനിച്ച അനിസ്ലാമികതകൾ ജനങ്ങൾക്കിടയിലേക്ക് ആളുകൾ പല വാദങ്ങളിലൂടെയും പല പുതിയ രൂപങ്ങളിലൂടെയും കൊണ്ടുവരുന്ന കാലഘട്ടമാണിത്. എന്നിട്ട് ആളുകൾ തർക്കിക്കണം, സ്ത്രീകൾ സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് ഖുർആൻ അത് തുറന്നു വെക്കപ്പെടും. യഖറഉഹു റജുലു വൽ മർഅ, ആണും പെണ്ണും അത് വായിക്കും. വൽ ഹുർ വൽ അബ്ദ്, അടിമയും സ്വതന്ത്രനും അത് വായിക്കും. വൽ ഗനിയു വൽ ഫഖീർ, ധനികനും ദരിദ്രനും അത് വായിക്കും. എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ, ആണ് ആണിന് ഇഷ്ടപ്പെട്ടതുപോലെ, പെണ്ണ് പെണ്ണിന് തോന്നിയതുപോലെ, മുതലാളി മുതലാളിക്ക് അനുയോജ്യമായ രൂപത്തിൽ, തൊഴിലാളി അവന് അനുയോജ്യമായ രൂപത്തിൽ. എന്നിട്ട് ഇവരെല്ലാവരും പറയും എല്ലാവർക്കും അവരവരെ ഇസ്ലാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരും, അന്ന് അയാൾ പറയും, മാലിന്നാസ്, ജനങ്ങൾക്ക് എന്തു പറ്റി?
إذا قرأت لهم القرآن وأسمعتهم الحديث لا يتبعوني. ഞാൻ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചാൽ ഹദീസ് പറഞ്ഞു കൊടുത്താൽ അവരെന്നെ പിൻപറ്റുന്നില്ല. وإذا ابتدعت لهم اتبعوني. എന്നാൽ ദീനിലില്ലാത്ത പുതിയ ഒരു കാര്യവുമായി ഞാൻ അവരുടെ അരികിൽ ചെന്നാൽ അവരതാ എൻ്റെ അരികിലേക്ക് ആവേശത്തിൽ വരുന്നു. അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരും. ഇന്നത്തെ കാലഘട്ടം അതിന് ഏറ്റവും യോജിച്ച സന്ദർഭമാണ്. ഖുർആനും ഹദീസും പറഞ്ഞാൽ ആളുകൾക്കത് പഴഞ്ചനാണ്. എന്നാൽ നിങ്ങൾ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് നോക്കൂ, അവൻ വലിയ ചിന്തകനാണ്, അവൻ വലിയ ബുദ്ധിമാനാണ്. യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കലാണ്, ഖുർആനും സുന്നത്തും പറഞ്ഞെടുത്ത് നിൽക്കലാണ്, അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കലാണ്. സഹാബികൾ പറഞ്ഞതുപോലെ ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റുക, അവർ പറഞ്ഞത് അനുസരിക്കുക, ഇടം വലം നോക്കാതെ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇടം വലം നോക്കാതെ നിങ്ങൾ അവർ പറഞ്ഞത് അനുസരിക്കുക. വലാ തബ്തദിഉ, നിങ്ങൾ ഒരിക്കലും പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളിൽ ചില ആളുകളുടെ ധാരണ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൗലീദ് മാത്രമാണ് എന്നാണ്. അത് ബിദ്അത്താണ് എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ പുതിയ ചിന്താഗതികൾ, പുതിയ ചിന്താധാരകൾ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്ന കാലഘട്ടമാണ് ഇസ്ലാമിക് ഫെമിനിസം. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശിർക്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഇസ്ലാം മാത്രമാണ്, അതിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാം പരിപൂർണമാണ്.